ഹലോ, നിങ്ങൾ കൊടുത്തതാണോ? ഇവിടെ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഇവിടെ വന്ന് നോക്കണം. ശരി. സാറേ, ഗുഡ് മോർണിംഗ് സാർ. ഹാവ് എ നൈസ് ഡേ. സാറേ, ഇതെന്റെ അളിയനാണ്, എന്റെ പെങ്ങളെ ഭർത്താവ്. സാറേ, അതായത് താഴത്തെ ഒറ്റ നില ഉണ്ടായിട്ടു. ഒറ്റ നില സൗകര്യം, ഒരു നില മാത്രമായിരുന്നു വീടുണ്ടായത്. അളിയന് സൗകര്യം കുറവ്. മുകളിലും കെട്ടിയിട്ട് ഗണപതി ഹോമം കഴിഞ്ഞു, പാല് കാച്ചലും കഴിഞ്ഞു. ക്ഷണിക്കാൻ വന്നതാ. അത് എന്തായാലും ഞാൻ ക്ഷണിക്കും സാറേ. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം വരുമ്പോ അല്ല കള്ളാസെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്റെ സാങ്ഷൻ ഇതൊരു ഐറ്റം. എന്നാലും ബാക്കി കാര്യങ്ങൾ നടക്കാൻ പറ്റും. നികുതി അടക്കണം, കുറെ കാര്യങ്ങളുണ്ടല്ലോ സാറേ. അതിന്റെ സാങ്ഷൻ അടക്കം ഒപ്പിട്ടായിരുന്നു. ഫയലാ അതിന്റെ അല്ല കള്ളാസ. ഇതിനൊരു രീതിയില്ലേ? ഇതവിടെ ഫ്രണ്ട് ഓഫീസ് കാണിക്കുക. അപ്പൊ അവിടുന്ന് ക്ലർക്കിന് കൈമാറും. ക്ലർക്ക് അത് ഓവർസിയർക്ക് കൈമാറും. ഓവർസിയർ അത് നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് കൊണ്ടുത്തരും, ഞാൻ സൈൻ ചെയ്യും. ഇതാണ് അതിന്റെ രീതി. ഞാൻ എഞ്ചിനീയർ, നീ ഇവിടുത്തെ പ്യൂണ് അല്ലേ? അതെ സാറേ. അന്നത് പോയി ചെയ്യും. ഫ്രണ്ട് ഓഫീസ് കാണിച്ചു. അപ്പൊ ക്ലർക്കിന്റെ അടുത്ത് പോയി, ക്ലർക്കിന്റെ അടുത്ത് ഓവർസിയർ അടുത്ത് പോയി. എന്തിനും പ്യൂണ് വേണ്ട സാറേ, എല്ലാം കൈമാറാൻ വേണ്ടിട്ട്. അപ്പൊ ഓവർസിയറുടെ അടുത്ത് ഞാൻ നേരിട്ട് എളുപ്പത്തിൽ കൊണ്ടുവന്നു സാറേ. അളിയന്റെ കാര്യല്ലേ. ഇതിനെങ്ങനെ സാങ്ഷൻ തരും സാറേ? ഇത് റോഡിൽ നിന്ന് 3 മീറ്ററിലെ ഡിസ്റ്റൻസ് ഉള്ളൂ. അതെ, 3 മീറ്റർ പോരല്ലോ, 6 വേണ്ടേ? 6 മീറ്റർ ദൂരെ തന്നെ വീടുണ്ടായത്. പക്ഷെ റോഡിന് വീതി കൂട്ടുമ്പോ 3 മീറ്ററും കൂടെ എടുത്തു. നമ്മളെ സ്ഥലം, അടിയന്റെ സ്ഥലം, സ്വന്തം സ്ഥലം എടുത്ത് കൊടുത്താൽ അങ്ങോട്ട്. ഇത് ആദ്യം താഴത്ത് വീട് പണിയാനേ പെർമിഷൻ തരാൻ പാടില്ല സാർ. നാടിന് വേണ്ടി ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തിയ അല്ലെ ജീവകാരുണ്യ ആത്മീയ നേതാവാണ് സാർ. ആദരം കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ് അയാള്. ആദരം സാറൊക്കെ ഒരു പക്ഷേ ആ റോഡ് വരെ പോകുമ്പോ വണ്ടി എടുത്ത് പോകുമ്പോ പെട്ടെന്ന് ബ്ലോക്ക് ആവും. 3 മീറ്റർ ഉണ്ടാകുമ്പോ നമുക്ക് 3 കൂടെ കൊടുത്തപ്പോ ആർക്കാണ് സാർ അതിന്റെ ഗുണം ചെയ്യുന്നത്? രണ്ടാം നില എടുക്കുന്ന സമയത്താണ് 3 മീറ്റർ വീണ്ടും പോയത്. ആദ്യം വീട് പണിയുമ്പോ 6 മീറ്റർ ഉണ്ടായി. പിന്നെ അത് ഞാൻ ഈ രണ്ടാം നില പൊങ്ങുന്ന സമയത്ത് 3 മീറ്റർ വീണ്ടും പോയി. ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. എനിക്ക് ചില പരിമിതികളുണ്ട്. ബിൽഡിംഗ് റൂള് നോക്കണം, അതിനനുസരിച്ച് ചെയ്യാൻ പറ്റൂ. അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റില്ല. ഇയാൾക്ക് എന്നെ അറിയില്ല, തനിക്ക് എന്നെ അറിഞ്ഞൂടെ? അറിയാം. ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ വേണമെങ്കിൽ കോടതി പൊക്കോ. കഷ്ടപ്പാടും പാവപ്പെട്ട ഒരാളിയാണ് സാർ രണ്ടാം നില കിട്ടിയത് സാറേ. പൊക്കോ പോവാണല്ലോ സാറേ. എന്തെന്ന് പറയണ്ട സാറേ. അളിയന്റെ ഒരു കാര്യം, ഒരു ഒപ്പ് മതി. നമ്മ വീട്ടിലെ സഹപ്രവർത്തകനല്ലേ, ചെയ്യണ്ടേ? അതിനൊരു നന്ദിയില്ല സാറേ. എത്ര ചായ ഞാൻ മേടിച്ചു കൊടുത്തത്. അതെ, ഒരു കാര്യം ഞാൻ പറയട്ടോ. ഒന്നല്ലെങ്കിൽ സാറ് ട്രാൻസ്ഫർ ആയി പോണം, അല്ലെങ്കിൽ ചാവണം. അല്ല, പറഞ്ഞു പോണതാണ്. ഇങ്ങനെ സാറ് ഇവിടെ നിന്നാണല്ലോ 10 വയസ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ഓവർസിയർ എന്നറിയാലോ. അറിയാം. എന്റെ ഇക്കാക്കന്റെ ഒരു വീടിന്റെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ മൂപ്പരത്ത് വീട് മൂപ്പരെന്നെ ആട്ടിയതാ, അറിയാം എനിക്ക്. പിന്നെ പിയൂണായി എന്നോട് എന്താ ഇരിക്കും പറയാ. ശരിയാണ്. മൂപ്പരടുത്തേക്ക് ഒരു ഫയലും കൊണ്ട് ഞാനും സുഹൃത്തിനൊക്കെ പോണതേ ഹെഡ്മാസ്റ്റർ മുന്നിലേക്ക് കുട്ടികളെല്ലാം പോലെയാ. നാണം കെട്ടുപോയി. ഞാൻ നോക്കട്ടെ. സാറ് വിളിച്ചു. സാറിന്റെ മാനം മാറി പോയിട്ടുണ്ടോ ചിലപ്പോ. ഒരുപാട് ചായ മേടിച്ചു കൊടുത്ത ആളല്ലേ എന്റെ സാറേ. സാറേ ഇതെന്താ ഇത്? ഫയൽ ഒപ്പിടാൻ. ഫയലല്ല, ചായ. സമയമില്ലേ? ചായ വാങ്ങിച്ചോണ്ടുവാ. ഫയല് കാണിക്കുന്നു. ചായ കൊണ്ടുവരാൻ പറഞ്ഞു.
ചായ മേടിച്ചോണ്ടിരിക്കേ ഞങ്ങൾക്ക് ചായ മേടിച്ചോ. ഞങ്ങൾക്ക് 3 ചായ മേടിച്ചു. എനിക്ക് കട്ടൻ മതിയേ. ഇതൊന്നും നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എപ്പോഴായിരുന്നു സാറ് അത് ഒപ്പിട്ട് കൊടുക്കില്ല. കഷ്ടം. അല്ല ഞാൻ ചോദിക്കുന്നതല്ല, ഇയാളെ ഭാര്യ എങ്ങനെയൊക്കെ ഇയാളെ വീട്ടിൽ സഹിക്കണേ? അതിന് ഭാര്യകളുടെ കൂടല്ലോ. അല്ലേ? അതൊക്കെ ഡൈവേഴ്സ് അല്ലേ? ആരോട് വരണ നിങ്ങള്? ഡൈവേഴ്സ് ഒന്നും ആവില്ലെന്ന്. മീപ്പുറം മ്യൂച്വൽ കൺസെന്റിൽ ഒപ്പിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാ, മൂപ്പര സ്വഭാവം അനുസരിച്ച് ഒപ്പിടില്ലല്ലോ. ചെയ്യൂല. ഇതിപ്പണ്ടല്ലോ ഈ ഭാര്യനേറ്റ് വിട്ടു നിക്കണതിന്റെ ഒരു വെറുപ്പും ആ ഫ്രസ്ട്രേഷനൊക്കെ നമ്മളെ മേലെ കൊണ്ടുകൊണ്ട് ചാമ്പുകണേ. അതാണ് ചെയ്യണത്. അയാൾ അങ്ങനെ കാണിക്കണത് നമുക്കപ്പോ 10 ദിവസം ഉണ്ടാക്കാൻ പറ്റാത്ത. നേരം ഇന്ന് ഒരു പണി നടന്നില്ല കേട്ടോ. എന്തിനു പണിയെടുക്കുന്നു? ശോതട്ടാ, ശീതള ഒരു വീട് വെക്കാൻ പെർമിറ്റിന് അപേക്ഷിച്ചപ്പോഴേ കുറച്ച് അധികം ഫീസ് ഉണ്ടെന്ന് വാങ്ങിണ്ടായിരുന്നു. സർക്കാർ കഴിഞ്ഞ തവണ അത് വെട്ടി കുറച്ചുണ്ട് അല്ലേ? അപ്പൊ ആ ബാക്കി പൈസ അങ്ങോട്ട് തിരിച്ചു തരാൻ വേണ്ടിട്ട് ഒരു അപേക്ഷ ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ തവണ അവിടെ കയറി ഇറങ്ങണം. കാശോടെ ശീതളേട്ട, അത് ശരിക്കും എന്റെ സെഷനിൽ പെടുന്നതല്ല, അത് സൂതേട്ടന്റെ സെഷനിലാണ്. അത് ശരിക്കും ചോദിക്കേണ്ടത്. സുഖേട്ടൻ ഇയാള് അവിടെ ചോദിച്ചാൽ മതി. എന്താ അവിടെ? പേന ഇവിടെ വീണു, അത് തറിയാ. ഞാൻ എടുത്തു തരണോ? വേണ്ട, കിട്ടി. കിട്ടിയോ? എന്താ ചെയ്ത? അല്ല, എനിക്ക് കുറച്ച് പൈസ ഇവിടെ നിന്ന് കിട്ടാണ്ടായിരുന്നല്ലോ, അറിയാലോ. മറ്റേ അവിടെ കുറെ തവണയായിട്ട് വരണോ? പേപ്പറൊക്കെ ഞങ്ങൾ റെഡിയാക്കിയല്ലോ. ഞങ്ങളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിക്കണം. അതെ, എന്നാ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. എന്നാ അല്ല, അങ്ങനെയല്ല, ഇനി ചെയ്യാനുള്ളത് സാറാണ്. എഞ്ചിനീയർ സാറേ. സാറ് ഞങ്ങളുടെ ഹെഡ് ഒറ്റണത്തിന് ഹെഡ് ഉണ്ടാവില്ല കേട്ടാ, മനസ്സിലായില്ലേ? കാശിന്റെ കാര്യമൊക്കെ സാറാണ്. അറിയാലോ. അറിയാലോ, ശരിക്കും അറിയാലോ. പണിയെടുക്ക. അന്ന് വന്നപ്പോഴേ മുഖത്ത് 2 വെട്ടലുണ്ടായുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചു, 3 വെട്ടുണ്ട്, ഒരെണ്ണം കൂടുതലാ. പിന്നെയും കളി നടന്നുണ്ടാവും അവിടെ പോയിട്ട്. ഇരിക്കൂ. ഈ സാധനം എടുത്ത് മാറ്റിയാണ്. മാറ്റിക്കേ, മോങ്ങാണ്ടേ. ഇത് മാറ്റി വെച്ച പയലൊക്കെ എന്താ പൈസ എവിടെ? പൈസ എവിടെയെന്ന്? ആ പൈസ വരും കേട്ടാ. എങ്ങനെ വരണ? അത് വന്നോളൂ. പ്ലെയിനിലോ? പൈസ എവിടാ? എന്തുകൊണ്ട് നീ നോക്കണേ? പൈസ വരും പറഞ്ഞില്ലേ? പൈസ എങ്ങനെ വരണ? എന്ത് മൊയ്തോ അന്നേ വിളിക്കണല്ലേ? എന്തൊക്കെ കെട്ടിത്തിരിക്കണേ? സാറ് കൊടുത്ത് പോരി. എന്തിന് പോ? എന്താ ഐസ് കച്ചവടം നടത്ത? പിന്നെന്താ വിളിച്ചില്ലേ? എന്താ കേസ്? അത് സാർ അത് എന്റെ സെഷനിൽ വരുന്നല്ലോ. എന്താ അത് ശരിയാണ്? അത് എനിക്കറിയാം. അത് ചെയ്തു കൊടുക്കണ്ടേ? ആ പരിപാടിയൊക്കെ കരുതിയിരിക്കട്ടെ കേട്ടാ. സാർ ശീതളേട്ട, ശരിക്കും ഞാൻ അവിടുത്തെ പറഞ്ഞില്ലേ സാർ, ഇത് സുഖത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഞാനല്ല അത് കൈകാര്യം ചെയ്യണം. അതാണ്. സുഖൻ സാർ ഇടാ വന്നടാ. ചോദിക്കാം സാർ, എന്താ അത് ചെയ്തു കൊടുക്കാത്തത്? പൈസ മനസ്സിലായില്ലേ?
ഞാനത് എന്നോ പറഞ്ഞാലേ. അപ്പൊ പറഞ്ഞു. പിന്നെന്താ ചെയ്തു കൊടുക്കാത്തത്? അല്ല, സർക്കാർ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്നല്ലാണ്ട് അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, കാശ് വരാൻ തുടങ്ങിയിട്ടില്ലല്ലോ സാർ. പൈസ വന്നില്ല. അതെ. അതേ വെറുതെ കളിക്കാൻ നിൽക്കരുതട്ടാ. അല്ല, പൈസ വരാതെ നമ്മൾ അങ്ങനെ വന്നിട്ടില്ല. കെട്ടിട നിർമ്മാണ പെർമിറ്റിനുള്ള ഫീസ് എന്ന് പറഞ്ഞിട്ട് 17,000 ഉറുപ്പ്യാണ് എന്റെ എണ്ണി വാങ്ങിയിട്ടുള്ളത്. 17,000 ഉറുപ്പ്യ. അത് 8,000 ഉറുപ്പ്യ ഉള്ളൂന്ന് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാക്കി 9,000 ഉറുപ്പ്യ എനിക്ക് കിട്ടണം. തിരിച്ചു വരും. ആ 9,000 ഉറുപ്പ്യ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊ അല്ല സാറേ അല്ല, അത് പൈസ വന്നു കഴിഞ്ഞാൽ ഉടനെ പൈസ ഉടനെ വന്നാ ഉടനെ തരും. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഞാൻ നാള് കുറെ ഇവിടെ കയറി ഇറങ്ങിയതാ. ഇനി ഇതിനു വേണ്ടി കയറി ഇറക്കണ്ട, ഞങ്ങളത് അക്കൗണ്ടിലേക്ക് എങ്ങനെ അക്കൗണ്ടിലേക്ക് ഇടാം. ഞാനേ എന്റെ ടൂൾസ് ഉപയോഗിച്ച് എന്റെ പണി എടുത്തിട്ട് കിട്ടിയ കാശായത്. ആ കാശ നിങ്ങളിവിടെ മേടിച്ചു വെച്ചിട്ടുള്ളത്. ആ ടൂൾസ് ഞാൻ ഒന്നും കൂടി ഉപയോഗിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടാ. അല്ല, അക്കൗണ്ടിലേക്ക് ഇടും എന്ന് പറഞ്ഞാൽ ഇടും. എന്റെ കൺമുമ്പ് എന്റെ അളിയന്റെ അടുത്ത് നാണം കടിച്ച സത്യശീല, നിന്നെ ഒരു പാഠം പഠിപ്പിക്കണ. എന്റെ എച്ചിന് നീ കുടിക്കും. ലോകത്തിൽ ഒരു അറ്റൻഡർക്ക് ഇതുപോലുള്ള മധുര പ്രതികാരം ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ഈ ഒരു പെർമിറ്റിന്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നപ്പോ എന്തൊക്കെ നിയമങ്ങളായിരുന്നു നിങ്ങക്ക്? എത്ര തവണ എന്നെ ഇവിടെ കയറ്റി ഇറക്കിയെന്നുള്ളത്? അയൽഭാഗത്തുള്ള ഏതൊരു തെണ്ടിയുടെ കുളിമുറിയോട് ചോദിക്കണല്ല എന്റെ ബാത്റൂം. എന്തൊക്കെ കഥ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഈ പേപ്പേഴ്സ് എല്ലാം ശരിയായി വരണ്ടേ, അതിന് വേണ്ടിയിട്ടല്ലേ. ആണല്ലേ? എന്താ കാശ് തരാ? കാശ് സാർ പറഞ്ഞോടേക്ക് ഇന്നും കൊടുക്കാൻ പറ്റും. പറയടാ, എന്നാ കാശ് തരാ? എന്നിട്ട് 2 ദിവസം. ഒന്നുമില്ല 2 ആഴ്ച. 2 ആഴ്ച അല്ലേ? 2 ആഴ്ചയുള്ള പൈസ തരും. സാറേ ചായ. ആ ചായ പറ. ഇത് സാറിനില്ല ഒന്ന് ചായ എന്താ നിനക്ക് ചായ വിഷമം? 200 കുടിക്ക്. ചായ കുഴപ്പമില്ല. അപ്പൊ 2 ആഴ്ച അല്ലെ? അടുത്ത ചൊവ്വ കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റത്തെ ചൊവ്വ. ഈ ചായ മാത്രം ഒരു ഗുണമല്ലോ, നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. അതുകൊണ്ട് ഞാൻ പോവാട്ടോ. നോക്കല്ലേ? ഓ പൈസ ഇടും. വരണേന്റെ പിറ്റത്തെ ചൊവ്വാഴ്ച കേട്ടാ. അറിയണ്ടേ? സാറേ ഇപ്പൊ ചായ എടുക്കാട്ടോ സാറേ. വേണ്ട. അല്ല സാറേ, ഒരു ചായ എടുക്കാം. വേണ്ടടോ. പ്ലീസ് സാറേ, ഒരു ചായ എടുക്കാം. കൊട്ട ഇപ്പൊ തന്നോടല്ല ചായ വേണ്ടെന്ന് പറഞ്ഞത്. ഓരെന്താ നോക്കിക്കണേ? ചായ വേണ്ട പറഞ്ഞ പിന്നെ അവര് പറയണത് കേട്ടിട്ട് മിണ്ടാതെ ഇങ്ങോട്ട് പോന്നേക്കാ. കാശ് മേടിക്കാൻ പോയ ആളാ.
എനിക്ക് പറ്റൂല എന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്ന. എന്നിട്ട് എന്തിനാ നിന്നോട് നിന്നെ പറഞ്ഞു വിടാനിട്ടില്ല ഞാൻ. അത് പറയും. ആ അല്ല നിങ്ങൾ എന്തിനാണ് സത്യത്തെ അവിടെ വരെ പോയത്? എന്തിനാണ് പോയത്? പൈസ മേടിക്കാൻ വേണ്ടിട്ടല്ലേ? എന്നിട്ട് പിന്നെ അവരെന്ത് പറഞ്ഞെന്നാ നിങ്ങൾ ഈ പറയണത്? ഞാൻ പറഞ്ഞത് നിനക്ക് എന്താ മനസ്സിലാവാത്തത്? എന്നിട്ട് എന്താണ് കിട്ടാത്തെ? കിട്ടാത്തപ്പോ എനിക്കറിയാം, അവരവരുടെ നിയമങ്ങൾ പറയാണ്. എന്ത് നിയമം? നിങ്ങൾ കുറെ തവണ പോയില്ലേ നിങ്ങൾ കുറെ തവണ പോയില്ലേ? അപ്പൊ ഫാദർ അങ്ങോട്ട് പറയണം നമ്മൾ അങ്ങോട്ട് തന്ന പൈസയല്ലേ, അല്ലാതെ അവര് പണിയെടുത്തുണ്ടാക്കണോ ഇനി ആ പൈസ തരാൻ വേണ്ടിട്ട്? നാട്ടുകാര് കേക്കട്ടേനെ. നാട്ടുകാർ വെക്കുന്നു വലിയ ഗുണ്ടാണ് ഗുണ്ട. നിങ്ങൾ എന്തിനു കൊള്ളാം മനുഷ്യ, എന്തിനു കൊള്ളാം? എവിടെയെങ്കിലും പോയി തല്ലുണ്ടാക്കിയിട്ട് വന്നാലും അത് പരിഹരിക്കാനും ഞാൻ വരണം. അതിനു പോലെ കഴിയില്ലാത്തൊരു ഗുണ്ട. മിണ്ടാന്ന് കാള് വരുന്നോന്ന് വെറുതെ നാണം കെടുത്താൻ നിക്കണ നീ. ആൾക്കാർ കേൾക്കും മിണ്ടാണ്ടിക്ക്. അത് നിങ്ങൾക്ക് അറിയാം. ശീതളത്തിന് ഒരു കത്തുണ്ട്. ശീതളേട്ടൻ്റെ ഒരു കത്തുണ്ട്. ആരപ്പോ നിങ്ങൾക്ക് അത്തൊക്കെ അയക്കാൻ വേണ്ടിട്ട്? പഞ്ചായത്തിന്നത് കിടന്ന കൊല കഴിഞ്ഞില്ല ഇപ്പൊ. എന്ത് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ള പൈസ വന്നിട്ടുണ്ട്. അതന്നെ ഇതൊക്കെ ഞാൻ പോയി ചെന്ന് സംസാരിച്ചാൽ നടക്കാറുണ്ട്. എനിക്കൊരു സമയമില്ല. അത് രാഘവന്റെ മരുവനാന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാ വേഗം കിട്ടിയേ. ഞാൻ ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല. ഞാൻ സംസാരിച്ച് ഞാനായിട്ട് തന്നെ പറഞ്ഞുള്ളത്. ഓ ഇപ്പൊ രാഘവന്റെ മോനെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചത് മതി. മുഴുവൻ പൈസ ഉണ്ടോ നോക്കട്ടെ. എന്ന് കിട്ടും? അതായത് വായിച്ചേ വായിക്കാൻ കിട്ടില്ലല്ലോ.